നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞേഷ? എന്തിനാ? ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ? എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക്. ചീത്ത വിളിക്കാനല്ല മോനെ, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ. എന്ത് ജോലി? ഒരു ചെറിയ ജോലി. നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ചങ്ങല പൊട്ടിച്ച്. അവനെ ഒന്ന് പിടിച്ചു കെട്ടു നീ. എന്റെ അമ്മേ, നിങ്ങൾ എന്തായി പറയണേ? എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല, ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ലാന്ന്. ഇതാ അവസരം വന്നിരിക്കണു. ഏറ്റെടുത്ത് നീ ഏട്ടെ. അല്ല, ഇതിപ്പോ ഈ കുമാരന്റെ പ്രശ്നത്തിൽ. കുമാരനൊരു പ്രശ്നവുമല്ല, ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യക്കേടല്ല, ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ പിത്തക്കൂറലുള്ള പേടിയുണ്ടെന്ന് നീ അത് പറയടാ. വെറുതെ ഞഞ്ഞാന്ന് വർത്താനം പറയാതെ. ഒന്നും അറിയാത്ത ഈ ചക്കനെ കൊണ്ട് കൊലക്ക് കൊടുക്കാൻ നിങ്ങൾ. ഒന്നും അറിയാത്ത ചക്കനോ? അമ്മയും തുടങ്ങിയോ അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള്? അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. കുമാരനെ ഞാൻ തളയ്ക്കും. പാവങ്ങൾക്ക് കൊടുക്കാതെ പഴമ്പിക്കാൻ നടക്കണം. പിടിച്ചോ. ഇറക്കാം. ഇവിടെ കിട്ടില്ലേ? ഇവിടെ എന്നാ പോയിക്കോളാം മക്കളെ. പണം കിട്ടിയപ്പോഴേക്കും പിന്നെയൊക്കെ ഞാൻ എന്താടാ എന്താണോ നോക്കണേ? കൊല്ലില്ല. കഷ്ണം കഷ്ണമായി കഴിഞ്ഞാൽ നിന്നെ തന്നെ എനിക്ക് കിട്ടേണ്ടത്. നിന്റെ തന്ത കൊണ്ടുള്ള ക്ലാപ്പിലെ കള്ളവൈദ്യര് കഴിഞ്ഞ പോലെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടി. കുഞ്ഞീഷ, നോക്കി നിൽക്കാൻ സമയമല്ല, ചെല്ല്. മൂത്തിരിക്കുകയാണ്, ചെല്ല്. വൈകുന്നേരം ചെന്ന് പോയി ചെല്ല്. പോയി ചെല്ല്. ചെല്ലമ്മേ വാടാ. നിന്റെ ചെവി ഞാൻ ഇറക്കും, കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും, മൂക്ക് ഞാൻ ചെത്തും. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ലേഖ്യം ഉണ്ടാക്കി എന്റെ തന്തയെ തീറ്റിക്കും. കുമാര, എന്നെ ഉപദ്രവിക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചല്ലേ. ഞാൻ 3-ലും നീ 7-ലും. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല. അതാണ് കുമാര സ്നേഹം. ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാ. നിനക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. നാട്ടുകാരെല്ലാം പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്നാണ്. കെട്ടിക്കും, നീ തന്നെയാണ് എന്നെ കെട്ടത്. ചോറ് കെട്ടത് മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഒരു കഴിക്ക് എത്തിക്കൊണ്ടുവരാ. കുടിക്ക കുടിക്ക.
വരിക. മോനെ കുഞ്ഞീഷ, അയ്യോ എനിക്ക് വയ്യ, ഞാനിപ്പോ ചാവും. എന്തിനമ്മാവ ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു 5 ഉറുപ്പ്യ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കും. 5 ഉറുപ്പ്യ കൊടുത്താൽ എനിക്ക് 10 പ്രാവശ്യം താടി പിടിക്കാം. നിനക്കറിയോ? നീ ഒരു കൈയും തള്ളിക്ക്. അല്ല, എനിക്കിപ്പൊ കുറച്ച് തിരക്കണ്ട, ഞാൻ നാളെ വരാം. അല്ലടോ, ഞാൻ എന്റെ കൂടെ വാ. തന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ അത്? ഒന്ന് തള്ളിക്കേ കുഞ്ഞുഷ. എന്താ അമ്മാവ പറയാനുള്ളത്? അതൊക്കെ പിന്നെ പറയാം. നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്കും തള്ളുന്നുണ്ടമ്മാവ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, ഇപ്പൊ കൊള്ളാം. എന്നാൽ ഇനി കാര്യം പറ. പറ്റൊന്നുമല്ല, നിന്റെ കല്യാണത്തിന്റെ കാര്യം തന്നെ. ഒരമ്മാവനെന്ന നിലയ്ക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. അച്ഛനുമായിട്ട് സംസാരിച്ചു, നിന്റെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. നേരാണോ അമ്മാവ? ഇക്കാര്യത്തിൽ ആരോടാ നുണ പറയുന്നത്? നീ തള്ളുന്നില്ല. ഇല്ല അമ്മാവ, ഇനി തീരെ സമയമില്ല. ഇനി അമ്മാവൻ തന്നെത്താൻ വലി. ഇന്ദു, ഇത്രയും പെട്ടെന്ന് ഈ തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് കല്യാണം? കല്യാണോ? ഓ, അമ്മാവനും അച്ഛനും കൂടി അതങ്ങ് ഉറപ്പിച്ചു. ഇന്ദു അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അതാണ് സത്യം. ഇന്ദുവിന് സന്തോഷായില്ലേ? എനിക്ക് പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കുവോ? ഒരു കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ, അല്ല വല്യേട്ടന് പണിയൊന്നുമില്ലാതെ. അതിനൊക്കെയുള്ള എല്ലാ പ്ലാനും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? അത് തുണിക്കട. നമ്മൾ ഈ സാരിയും പാവാടയും ബ്ലൗസും ഒക്കെ ഒരു സ്ഥലത്ത് വാങ്ങിച്ചോണ്ട് വെക്കും. അത് വലിയ വില കൊടുത്ത ആളുകൾ വാങ്ങിച്ചോണ്ട് പോകും. നമ്മൾ ഒരിടത്ത് ഇരുന്നാൽ മതി, ലാഭം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ വൈദ്യര് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു പുലിവാല് പിടിച്ച പണിയാ. ഈ കാലത്ത് ബിസിനസ് മാത്രമേ രക്ഷയുള്ളൂ. ഇത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞുള്ള മധുവിധുവിന്റെ കാര്യം പോലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത്രയൊക്കെ മുന്നോട്ട് പോയോ? ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ ഏകദേശം ഊട്ടി വരെ. ഊട്ടിയില്ലോ? ഊട്ടിപ്പാട്ട്? കിന്നരി പൂവേ കിങ്ങിണി പൂവേ. അമ്മാവാ, കുഞ്ഞീഷ, കൊല്ലും ഞാൻ, കൊന്ന് കൊല വിളിക്കും. പിടിക്കടാ ഇവനെ. അനങ്ങിപ്പോകരുത്. അനങ്ങിയാൽ അമ്മാവനെയും കൊല്ലും, ഞാനും ചാവും. നീ ചത്തോ? അതിന് എന്നെ കൊല്ലുന്നെന്തിനാ? ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എനിക്ക് എന്റെ ഇന്ദുവിനെ തരില്ല എന്നല്ലേ? വേണ്ട, എനിക്കവളെ വേണ്ട. എനിക്ക് അമ്മാവന്റെ ചോര മതി, ചൂട് ചോര. കുഞ്ഞീഷ, നീ ആ കത്തി താഴെയിട്. അത് ശരീരത്തെ കൊണ്ട് മുറിയും. മുറിഞ്ഞ ചോര വരും. വരണം. ചോര മാത്രമല്ല, കൊടലുമാലയും വരണം. അരുത് കുഞ്ഞീഷ, അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. നീ ഞാനും ഒരു ചോരയാ. ഞാൻ നിന്റെ അമ്മാവനാ, വെറും അമ്മാവനല്ല. രാപകലില്ലാതെ തോളത്ത് കയറ്റി അമ്പിളിമാമനെ കാണിച്ച് വാവോ വാവോ എന്ന് പറഞ്ഞ് താരാട്ട് പാടി അടുത്ത കാലത്ത് ഉറക്കിയത് ആരാടാ? മറ്റാരുമല്ല, ഈ അമ്മാവനാ. നിനക്കറിയാൻ മേലെങ്കിൽ നീ നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ. അങ്ങനെയുള്ള ഈ അമ്മാവനെ നിനക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ നീ കൊല്ല്. എന്താ ഈ കത്തി ഒന്നും വേണ്ട. കരയല്ലേ കുഞ്ഞീഷ, വാ വാ, അമ്മാവൻ പറയട്ടെ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ കുഞ്ഞീഷ? ഭ്രാന്തൻ കുമാരന്റെ അളിയനാവാൻ പോകുന്ന ആൾക്കും ഇത്തിരി ഭ്രാന്ത് ഉണ്ടാവുന്നതല്ലേ നല്ലത്? കുഞ്ഞീഷ, നമ്മളൊരു വിത്തുമാകുന്നു, വളമിടുന്നു, വെള്ളമൊഴിക്കുന്നു, അത് ചെടിയാകുന്നു, ഇതുപോലൊരു മരമാകുന്നു. ഒടുവിൽ പൂക്കുന്നു, കായ്ക്കുന്നു, കായ പഴുക്കുന്നു. പഴുത്ത ആ കായെ മറ്റൊരുത്തൻ തട്ടിക്കൊണ്ടുപോയാൽ നമുക്ക് സഹിക്കൂ കുഞ്ഞീഷ? അതുപോലെ നിന്റെയും എന്റെയും നിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേർപാടാ ഉണ്ണികൃഷ്ണൻ MBBS, നമ്മുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ പഴം.
ആ പഴം വേറെ ഏതോ ഒരു തറവാട്ടുകാർക്ക് കൊത്തിപ്പറിക്കാൻ കൊടുക്കണോ കുഞ്ഞീഷ? അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ദുവിനെ ഉണ്ണീഷൻ തന്നെ കെട്ടണമെന്ന് ഞാൻ പറയുന്നത്. ഇത്രയും നല്ലൊരു ഉദ്ദേശം അമ്മാവന്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അമ്മാവനൊരു കാര്യം മറന്നു. അതേത് കാര്യം? അത് എനിക്ക് പഠിപ്പും വിവരവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു തറവാട്ടുന്ന ഒരു പെണ്ണിനെ കിട്ടാൻ വലിയ പ്രയാസ. അഥവാ കിട്ടിയാൽ തന്നെ വേലയും കൂലിയില്ലാത്ത എന്നെ അവർ ബഹുമാനിക്കൂ. അവരുടെ പറമ്പ് കളച്ചും അവരുടെ അടുക്കളയിൽ പണി ചെയ്തും ഇനിയുള്ള കാലം ഞാൻ ജീവിക്കേണ്ടി വരും. തെക്കേടത്ത് ശിവശങ്കരൻ നായരുടെ അനന്തരവൻ ഏതോ ഒരു തറവാടിന്റെ പിന്നാമ്പുറത്ത് വിടുവേല ചെയ്യുന്നു എന്ന് വന്നാൽ ആർക്കാ അതിന്റെ കേട്? അമ്മാവന് പിന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ? ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ദുവിനെ ഞാൻ തന്നെ കെട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിലെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത്രയും കാലം അച്ഛന്റെ കൂടെ വൈദ്യം പഠിച്ചിട്ട് ഒരു രോഗിയെങ്കിലും നീ ചികിത്സിച്ചോ? ആ വകുപ്പില് ഒരു 5 റുപ്യെങ്കിലും നീ സമ്പാദിച്ചോ? ഇനി ഞാൻ തുറന്നു പറയാം, ഡെമ്പടി കയ്യിലുള്ളവന് മാത്രമേ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂ. മനസ്സിലായോ? ഇവിടെ ആരും ഇല്ലേ? ആരാ? പരിശോധനാ സമയം കഴിഞ്ഞല്ലോ. ഞങ്ങൾ അടിവാരത്തുനിന്ന് വരിക, പോയിട്ട് ഇനിയും വരികയെന്ന് വെച്ചാ ഇത് ഞാൻ ഒന്നും വയറ്റി ചെല്ലാൻ മേല. അപ്പൊ തുടങ്ങും പരവേശം. ഒരുപാട് പേരെ കാണിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാ വൈദ്യരെ പറ്റി കേട്ടത്. വൈദ്യരനല്ലേ? വൈദ്യരനാണ്. ഇരിക്കൂ ഇരിക്കൂ. അല്ല, പേരും പ്രശസ്തിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല കിളവച്ചാരുമായിരിക്കും. ഇതൊരു പയ്യൻ ചെക്കനല്ലേ അച്ചാമ്മേ? അറിവുള്ളവർക്ക് എന്തിനാ പ്രായം? അതെ, എത്രയും പെട്ടെന്ന് ഈ അസുഖം ഭേദമാക്കി തന്ന വൈദ്യർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ തരാം. നാക്ക് നോട്ടു. സാരമില്ല, എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒരു കൈ നോക്കിക്കളയാം. പോരാ. നല്ല കൈപ്പുണ്യമുള്ള ആളാണെന്നല്ലേ കേൾവി? അത് കണ്ടാ തന്നെ അറിയാം. ഇത് കാലത്തും വൈകിട്ട് ഓരോ ഓൺസ് വീതം കഴിച്ചാൽ മതി, ഭേദമായിക്കോളും. ഒരു 150 ഇങ്ങ് തന്നേക്ക്. ഇത് കഴിക്കുമ്പോ ഭാരിച്ച് ജോലികളൊന്നും അങ്ങനെ ചെയ്യരുത്. പിന്നെ പുളി, മീന്, പഞ്ചസാര, മുളക് ഇതൊക്കെ വർജിക്കണം. പഥ്യം വളരെ ശ്രദ്ധിക്കണം. വൈദ്യർ ഈ രോഗം ഭേദമാക്കി തരികയാണെങ്കിൽ ശ്വാസം കഴിക്കണ്ടെന്ന് പറഞ്ഞാലും കഴിക്കില്ല. എന്താ പോലെ? അതെ. ഓ, അച്ഛനെ കാണാൻ വന്നവരാ പോയത്? അല്ലല്ലല്ല, മകനെ കാണാൻ വന്നവരാ. രോഗിയെ പരിശോധിച്ചു, രോഗവും പിടികിട്ടി. ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് മരുന്നും കൊടുത്തു. 150 രൂപയും വാങ്ങിച്ചു. ഇതൊക്കെ എനിക്കും സാധിക്കും കേട്ടോ അമ്മേ. എന്റെ ദൈവമേ. ഒന്ന് വന്നേ. മാധവമെതിരി വൈകിക്കാൻ വന്നോ? ഈ ഭൂമിയുടെ ഏതറ്റത്തുണ്ടെങ്കിലും ആ കൈവറവനെ ഞങ്ങൾ പൊക്കും. വണ്ടി കയറോ. വൈദ്യർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ? ഇക്കണ്ട കാലത്തിനിടയ്ക്ക് എത്രയെത്ര സൂക്കേടാ വൈദ്യര് മാറ്റിയത്. ഇതിപ്പോ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ഏത് ദേവേന്ദ്രനും പറ്റൂലോ അബദ്ധം. പിന്നല്ലേ വൈദ്യര്. ഏതായാലും ആള് തട്ടിപ്പോയ സ്ഥിതിക്ക് വൈദ്യരുടെ കാര്യം പോക്കാം. എന്താ സംഭവം? അച്ഛനെന്തോ മരുന്ന് മാറിക്കൊടുത്തു എന്നോ ഒരാള് മരിച്ചു എന്നോ അവരച്ഛനെ തേടി ഇറങ്ങിയിരിക്കുക. ഒന്ന് കിടക്കണുണ്ടോ? കിടക്കേ, അവനെ വെട്ടിക്കൊല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല. അങ്ങാടി മരുന്നിന്റെ പേര് പോലും അറിയാൻ വയ്യാത്തവനാ ചികിത്സിക്ക. ഇനി വരട്ടെ, എന്റെ മകനാണെന്ന് നോക്കില്ല ഞാൻ. വെട്ടി അരിഞ്ഞ് കഷ്ണമാക്കും ഞാൻ. നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കൂ. എങ്ങനാ സമാധാനിക്ക? കൊലക്കേസല്ലേ നിന്റെ മോൻ ചെയ്തു വെച്ചേക്കണേ? ഒരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ? അങ്ങനെ പറഞ്ഞാ പോലീസും കോടതിയും വെറുതെ വിടുമെന്നാ നിന്റെ വിചാരം? അത് പോട്ടെ, അവൻ ചികിത്സിച്ച് കൊന്ന് ആരെയാ?
10-17 കൊലക്കേസിലെ പ്രതി മണിമല മാത്തച്ഛന്റെ തന്തയാ. മാത്തച്ഛന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ കഴിവട മോനെ വെട്ടിയെറിയി പട്ടിക്കിട്ട് കൊടുക്കും. കണ്ടവന്റെ കൈ കൊണ്ട് ചാകുന്നതിലും ഭേദം ഞാൻ തന്നെ അങ്ങ് അവസാനിപ്പിക്ക. ഇനി വരട്ടെ. കുഞ്ഞികൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയും പട്ടണത്തിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പത്രത്തില് കാണാനില്ല എന്നൊരു വാർത്ത കൊടുത്താൽ നന്നായിരിക്കും. ആ മാത്തച്ഛന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായിരിക്കും, അല്ലാതെ എവിടെ പോവാനാ? ആ കിളവൻ ചത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് മാത്തച്ഛനെ വിട്ടുകൂടെ? ഇടത്തെ കൈന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നല്ലാതെ പേടിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ. ഇനിയിപ്പൊ കൈ കുഴഞ്ഞു പോയതിന്റെ പേരിൽ കുഞ്ഞീഷ്ണനെ അവരെന്തെങ്കിലും ചെയ്തു എന്നാണ് എന്റെ എന്താ നിക്കൂ എന്താ പറ്റിയേ? ഒന്നും പറയേണ്ട തിരുമേനി, വയറ്റുവേദനയ്ക്കുള്ള മരുന്ന് മാറ്റി കൊടുത്തിട്ട് ഇപ്പൊ ആള് തട്ടിപ്പോയെന്നാ തോന്നുന്നത്. ഓ, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാ. ഈ സഹോദരരെ അവിവേകം കാണിക്കില്ലേ? മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് ഇയാളുടെ അസംബ്ലി പൊളിയില്ലേ? സിദ്ധാശ്രമത്തിലേക്ക് കെട്ടിയെടുക്കൂ, ഗുരു ഉണ്ടല്ലോ അവിടെ. അങ്ങോട്ട് കൊണ്ടുപോവാ. ഈ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ തെരഞ്ഞു പിടിച്ച് തല്ലുകയാ വേണ്ടത്. ദൈവമില്ല, അമാനുഷികമായ ശക്തിയേ ഇല്ല എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരണം. ഇതുപോലെ മരിച്ചുപോയ ഒരാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ ഈ യുക്തിവാദികളെ കൊണ്ട് പറ്റുള്ളൂ? താനെന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നേ? ഞാനെന്താ യുക്തിവാദിയാ? MBBS അത്ര MBBS എന്താ കാര്യം? അവന്റെ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയുടെ ദൈവശക്തി വിജയിച്ചില്ലേ? ഇങ്ങനെ ഒരു സിദ്ധൻ ഇവിടെ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യാന്ന് കരുതിയാണ്. ഇനിയിപ്പൊ സ്വാമിയുടെ അനുജൻ ഡോക്ടർ കൂട്ടി ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി വരുന്ന തോന്നുന്നത്. ഒരു മുறை വന്നൊരു പാതായ തിരുമേനി, ഈ സാധു പ്രാണിക്ക് തീപ്പൊള്ളുന്ന പനിയാണ്. നമ്മുടെ ക്രോസിനാദി വടകം റെഡിയായോ? ക്രോസിനാദി വടകം റെഡി ആയിക്കൊണ്ടിരിക്കണു. 6 നേരം വിഴുങ്ങാനുള്ളത് എടുത്തു കൊടുത്തോളൂ. അടിയൻ 2 നേരം കഴിച്ചാൽ തന്നെ പനി മാറും. എന്നാലും മരുന്ന് നിർത്തണ്ട. ഈ ക്രോസിനാദി വടകം എന്ന് പറയുന്നത് 17 പച്ചമരുന്നുകളുടെ ഒരു അപൂർവ സംഗമ. ഒരു കാര്യം മറക്കണ്ട, പരമാനന്ദ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് വേണം സേവിക്കാൻ. എഴുന്നേറ്റോളൂ. അടുത്ത ആള് വരൂ. ഇനി കാണിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലവുമില്ല. ഓരോ മരുന്ന് കഴിക്കും തോറും വലിവ് കൂടാന്നല്ലാതെ കുറയണില്ല. കുറയില്ല മുജ്ജന്മ ബാബ. ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് ഭാഗ്യായി. ഞാൻ ഏറ്റു. എടോ ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കിഴവൻ അന്ത്യശ്വാസം വലിക്കും. നമ്മുടെ ആസ്പ്രിനാദി വടകവും ജലൂസിലാദി ലേഹ്യവും ഒന്നും വിലപ്പോകുന്ന ലക്ഷണമില്ല. ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആടലോടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ? എന്നിട്ട് ആളെ കൊല്ലാനോ? വിക്സ് പുറത്തല്ലോടെ പറഞ്ഞിട്ട് അതകത്ത് കഴിക്കാനുള്ളതാ. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഏറ്റ ആസ്മാക്കാരെയൊക്കെ നമ്മുടെ വരി നിർത്താലോ? ഏറ്റില്ലെങ്കിൽ കെട്ടും കെട്ടി സ്ഥലം വിടുകയും ചെയ്യാം. ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്ത് നിലനിർത്തിയേ പറ്റൂ. അലമാരി കുറച്ച് ബ്രാൻഡി ഇരിപ്പുണ്ട്. അതിലൊരു പെഗ്ഗെടുത്ത് അതിൽ കുറച്ച് വിക്സ് മിക്സ് ചെയ്ത് കൊടുത്താലോ? നിർത്തണം. തനിക്ക് വിക്സിന്റെ ഏർപ്പാട് മാത്രമേ അറിയൂ. ചൂടായതുകൊണ്ട് കാര്യമില്ല. ഈ വേഷമൊക്കെ വലിച്ചു വാരി കേട്ടുമ്പോ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. താനും വലിച്ചു കയറ്റിയിട്ടുണ്ടല്ലോ, ഒരിക്കലും ചേരാത്തൊരു വേഷം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ചാക്കോ ഇതുവരെ അന്തസ്സായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിയൻ സാമി എന്നൊക്കെ ഞാൻ പറയും. അത് താനൊരു താപ്പാക്കരുത്. ഈ ബിസിനസ്സിൽ 40% എനിക്കും 60% ലാഭം തനിക്കുവാ. ആ നിലയ്ക്ക് താൻ സ്വന്തമായിട്ട് ആലോചിച്ച് എന്താ വേണ്ടെന്ന് ചെയ്യ്. അല്ല പിന്നെ ചാക്കോ, ഒരാപത്ത് വരുമ്പോ കൈ എവിടെയരുത്. താനൊരു കാര്യം ചെയ്യ്.
ആ ബ്രാൻഡിയിൽ കുറച്ച് ചൂടുവെള്ളം, ചുക്ക്, കുരുമുളക്, ഏലക്ക ഇതൊക്കെ ചേർത്ത് അയാൾക്ക് കൊടുക്ക്. ഇതിലും ഭേദം കുറച്ച് രസം വെച്ച് കൊടുത്താ പോരെ? താൻ പറഞ്ഞത് ചെയ്താൽ മതി. എന്തായാലും ദോഷമൊന്നും വരില്ല, ആൽക്കഹോൾ അല്ലേ. എന്നിട്ട് അയാളോട് നാളെ വരാൻ പറയും. അയാൾ വരുമെന്ന് തോന്നുന്നില്ല. കാരണം അയാൾ ഇന്ന് തന്നെ കാലിയാവും. താൻ വരാൻ പറയടോ. എന്തിനാടോ? അതിന് വേറെ വഴിയുണ്ട്. എന്ത് വഴി? ഈ വലിവ് തുടങ്ങിയിട്ട് എത്ര കാലായി? കുറച്ചു കാലായിട്ടുള്ളൂ. കൊറേ കാലായി. ആ ഇത്തിരി കോംപ്ലിക്കേറ്റഡാ, സാരമില്ല. ഈ ഗുളിക ഒരാഴ്ച കഴിച്ചാ മതി, ശരിയായിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഈ പിള്ളവാദം, ആമവാദം, സ്തംഭിതവാദം, രക്താർബുദം, ഗുന്മൻ, ആന്ത്രവായു, ക്ഷയം, കുഷ്ഠരോഗം എന്നിവയ്ക്കുള്ള മരുന്ന് കൂടി ഒന്ന് കുറിച്ച് തരൂ ഡോക്ടർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഹേയ്, കുടുംബാംഗങ്ങൾക്ക് ഈ ജാതി അസുഖങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക മരുന്നുകൾ കൈവശം ഉണ്ടെങ്കിൽ ഇത്രയും ദൂരം വരാണ്ട് കഴിയാലോ അല്ലേ? കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാ മരുന്ന് കുറിച്ച് തരാൻ പറ്റുക? അത് ഡോക്ടർ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. എന്തിനാ ഇത്രയും മരുന്ന്? കൂട്ടുകുടുംബാണേ, 60 അംഗങ്ങളുണ്ട്. ആർക്കൊക്കെ എപ്പോഴാ പനി, വയറുവേദന, ഛർദില് വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 10 പേര് ആശുപത്രിയിലുണ്ട്. ധൃതിയുണ്ട്, പണം എത്ര പറയാ.